പൊതുവേ നമ്മൾ സംരംഭത്തിൻ്റെ ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായിട്ട് എണ്ണുക. ഒന്ന്, സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണല്ലോ, സംതൃപ്തിയുള്ള നമ്മുടെ കസ്റ്റമേഴ്സ്. രണ്ടാമത്തത് ഹാപ്പി ടീം അംഗങ്ങൾ, അത് നമ്മുടെ വർക്കേഴ്സ്, സ്റ്റാഫ്, ടീം അംഗങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം. അതുപോലെ മൂന്നാമത് എണ്ണുന്ന ഒരു കാര്യമാണ് ഫ്രീഡം ഓണർ. സംരംഭകൻ, അതിൻ്റെ ഓണർ ഒന്ന് ഫ്രീ ആവുക. എന്തിനാ? ബാക്ക് സീറ്റിലിരുന്ന് അവൻ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് അവന് പുതിയ മേച്ചൽപ്പുറങ്ങളിലേക്കും അതുപോലെ പുതിയ ഉയരങ്ങളിലേക്കും ഈ സംരംഭത്തെ, സ്ഥാപനത്തെ, ബിസിനസ്സിനെ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും ഒക്കെ കിട്ടണമെന്ന സാധാരണ പറയാം. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാം കുറച്ച് ആശങ്കകളും അതുപോലെ മുന്നിൽ വരാവുന്ന എന്തൊക്കെയോ പ്രയാസങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കാർമേഘം പോലെ പെയ്ത് ഇറങ്ങാൻ പോകുന്ന വലിയ കാർമേഘം പോലെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കറുത്തിരണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ ഫ്രീഡം ഓണർ എന്ന് പറയുന്നിടത്ത് കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുമ്പം അദ്ദേഹം ഒരു ഹൈ പവേർഡ് എഞ്ചിനായിട്ട് തന്നെ മുന്നിൽ നിൽക്കാത്ത കാലത്തോളം ഈ പിന്നിൽ അണിനിരക്കുന്ന കോച്ചുകൾ, ബോഗികൾ, നമ്മുടെ കമ്പാർട്ട്മെൻറ്റുകൾ ഇതിനെയൊക്കെ വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് പ്രത്യേകമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സത്യാവസ്ഥ. ലോകപ്രശസ്തമായ വലിയ ചില ബ്രാൻഡുകളുടെ ഷോറൂമുകളിൽ പോലും കുറച്ച് മ്ലാനവദനരായി നിസ്സംഗരായിട്ട് ഒരു എനർജി ഡിപ്പിലേക്ക് പോകുന്ന മുഖവും ബോഡി ലാംഗ്വേജും അതുപോലെ ഇടപെടലും സംസാര ശൈലിയുമായിട്ട് സ്റ്റാഫ് അംഗങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ പിന്നാമ്പുറ രഹസ്യം മനസ്സിലാവുകയാണ്. കാരണം എന്താണ്? ഈ സമയത്ത് പ്രത്യേകിച്ചും ആശങ്കകൾ, അതുപോലെ സങ്കീർണതകൾ, കുറച്ച് സാമ്പത്തിക പിരിമുറുക്കങ്ങൾ കൂടിയ ഈ സമയത്ത്, പോസ്റ്റ് കോവിഡിലൊക്കെ നമ്മുടെ സെയിൽസ് താഴോട്ട് പോകുന്നു എന്നത് ഒരു നേരാണ്. ആ സെയിൽസ് വർദ്ധിപ്പിക്കാൻ എടുക്കുന്ന ഒരുപാട് എനർജി നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഇവിടെ സെയിൽസ് താഴോട്ട് പോകുമ്പോൾ എന്തായിരുന്നാലും ഇൻകത്തിനെ അത് ബാധിക്കും. ആ വരുമാനത്തെ അത് ബാധിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാഷ് ഫ്ലോ, നമുക്ക് ദൈനംദിന വ്യവഹാരങ്ങളിൽ, ഇതുപോലെ ഇടപെടലുകളിൽ നമുക്ക് അത്യാവശ്യമുള്ള പണത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. ഈ ക്യാഷ് ഫ്ലോ നിൽക്കുമ്പോഴാണല്ലോ മണി ബ്ലോക്ക് ആവുന്നത്. മണി ബ്ലോക്ക് വരുമ്പോൾ, ഫണ്ട് ബ്ലോക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ബിസിനസ്സിന് ഒരു തടസ്സമായിട്ടും ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ് ലോക്കായിട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ വരുന്ന ഈ ഒരു ചക്രത്തിൽ സെയിൽസ് കുറയുകയും ഇൻകം കുറയുകയും ക്യാഷ് ഫ്ലോ വഴിമുട്ടുകയും അതുവഴി ഫണ്ടിനും അതുപോലെ മണി ബ്ലോക്കുമായി അത് തീർന്ന് ബിസിനസ്സിലേക്ക് ഒരു ലോക്ക് വന്ന് വീഴുമ്പം തീർച്ചയായിട്ടും ആ സംരംഭകനും ആ സംരംഭത്തിലുള്ള മുഴുവൻ ടീം അംഗങ്ങൾക്കും അതൊരു മെൻ്റൽ ഷോക്ക് തന്നെയാണ്. ഈ മെൻ്റൽ ഷോക്ക് മൈൻഡിനെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പെർഫോമൻസിനെ തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെയാണ് ആ പെർഫോമൻസ് താഴേക്ക് പോയി പിന്നെ കേവലം ഒരു ചടങ്ങ്, ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുക, ഒരു വർക്ക് അങ്ങോട്ട് നീക്കുക എന്ന് പറയുന്ന ഒരു നിർബന്ധിതാവസ്ഥയിൽ തള്ളി നീക്കുകയാണ് പല കാര്യങ്ങളും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് എനർജി ഡിപ്പിലുള്ള സ്റ്റാഫ് അംഗങ്ങളെയും ക്രൂ മെമ്പേഴ്സിനെയും നമുക്ക് പല പ്രശസ്ത സ്ഥാപനങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പെർഫോമൻസിന് പകരം ഹാർഡ് വർക്കോ, പ്രയാസപ്പെട്ട, കഷ്ടപ്പെട്ട, നിർബന്ധിതമായ വർക്ക് ഒരു ലോഡഡ് വർക്കായി മാറുമ്പം വീണ്ടും സെയിൽസ് അവിടെ നിന്നും താഴേക്ക് പോകാനാ സാധ്യത, ഉറപ്പാണല്ലോ. അങ്ങനെയാണ് ഈ ചക്രം നമ്മൾ ശ്രദ്ധിക്കുമ്പം ഉള്ള സെയിൽസും താഴേക്ക് പോയി ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മുരടിപ്പും വളർച്ച മുരടിച്ച് അതുപോലെ വഴിമുട്ടി ചിലപ്പോൾ സ്ഥാപനം ഇഴഞ്ഞു നീങ്ങുന്നു, അല്ലെങ്കിൽ സ്ഥാപനം മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്നു, കിതയ്ക്കുന്നു, ചിലപ്പോൾ നിശ്ചലമാകുന്നു എന്നിടത്തേക്ക് അപായകരമായ ഒരു പര്യവസാനം നമ്മൾ കാണുകയാണ്. പല സംരംഭത്തിൽ, പല ബിസിനസ്സിലും ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു ചാലഞ്ചർ ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഹൈ പവേർഡ് എൻജിൻ, അത് ഡബിൾ പവേർഡ്, ഒരു മൾട്ടിപ്പിൾ പവേർഡ് ആയിട്ടുള്ള ഒരു എൻജിൻ മുന്നിൽ സംരംഭകനായിട്ട്, ഓണറായിട്ട് നിന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിന് മൊത്തമായിട്ടൊരു കൊളാപ്സ്, ഒരു ദുരന്തം നമ്മൾ മുന്നിൽ കാണേണ്ട ഒരവസ്ഥ ഈ സമയത്തുണ്ട് എന്ന് നിങ്ങൾ ഉണർത്താൻ, നമുക്ക് അതൊന്ന് അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഈ ശ്രദ്ധേയമായ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾക്ക് അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് അത് സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാലും അത് സാധിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ലൈഫ്, അവരുടെ കുടുംബത്തിൻ്റെ ലൈഫ്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ലൈഫ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുക.
ഇതേപോലെ തന്നെ ഒരു വൈകാരികമായ ഒരു സഹകരണം, ഒരു എമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുക. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഈ സങ്കീർണമായ അവസ്ഥയിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നിൽ കാണുന്ന ചില റിസഷൻ്റെയൊക്കെ ലക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ റെഡ് അലേർട്ടായിട്ട്, അതുപോലെ റെഡ് ലൈറ്റായിട്ട്, അപകടകരമായ അപായമായ സൂചനയായിട്ട് മുന്നിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ആക്റ്റീവായിട്ട്, ഏറ്റവും എന്തൂസിയാസ്റ്റിക് ആയിട്ട്, ഏറ്റവും എനർജറ്റിക് ആയിട്ട്, ഏറ്റവും ഹൈ പവേർഡ് ആയിട്ടുള്ള, ഏറ്റവും ഊർജ്ജം നിറഞ്ഞ, ഏറ്റവും ബാറ്ററി റീചാർജ് ചെയ്യപ്പെട്ട, എനർജി റീലോഡ് ചെയ്യപ്പെട്ട ഒരു എൻജിൻ പവറോട് കൂടി ഈ സംരംഭകൻ, ഈ ഓണർ, ഈ CEO, ഈ ജനറൽ മാനേജർ മുന്നിലുണ്ടാവുക എന്നുള്ളത് തന്നെ ഈ ക്രൂ മെമ്പേഴ്സിന്, ടീമിന് ഏറ്റവും വലിയ കരുത്താണ്. അങ്ങനെയാണ് ആ ടീമിൻ്റെ എനർജി താഴോട്ട് പോകുന്ന ഡിപ്പിൽ നിന്ന് അവരുടെ സിനർജൈസ് ചെയ്തുകൊണ്ട് ഒരു വർദ്ധിത വീര്യത്തോടെ, ഒരു ഊർജിതമായ, ഒരു വലിയ വിപ്ലവകരമായ മാറ്റത്തിലൂടെ നമുക്കവരെ വലിച്ച് ഓടി മുന്നോട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും വേഗം മുൻകടന്ന് എത്താൻ സാധിക്കുള്ളൂ എന്ന ഏറ്റവും പരമപ്രധാനമായ സത്യമാണ് ഈ വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്.